ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 വാർഷിക പരീക്ഷ 4ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആൻ നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് മറ്റൊരു തജ്വീദുൽ ഖുർആൻ്റെ ചോദ്യപേപ്പറും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് മറ്റു വിഷയങ്ങളുടേത് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഉപകാരപ്പെടുത്താം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ് ചോദ്യം വന്നത്? അത്അമഹും മിൻ ജൂ. ഇവിടെ ഏത് മദ്ദാണ് വന്നത് എന്നാണ്. മദ്ദുൽ ആരില്, മദ്ദുൽ മുൻഫസില്, മദ്ദുൽ ലീന്. ഇവിടെ എവിടെയാണ്? വഖഫിൻ്റെ സ്ഥലത്താണ്. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്ന ആരിലായ ഏതാണ്? മദ്ദുൽ ആരില്. മിൻജൂ മദ്ദുൽ ആരിലാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കവിടെ മദ്ദുൽ ആരിൽ എന്ന് ടിക്ക് ചെയ്യാം. മദ്ദുൽ മുൻഫസിലാണെങ്കിൽ എന്താണ്? മദ്ദക്ഷരവും അടുത്ത കലിമത്തിൽ ഹംസയും വേണം. മുൻഫസിൽ. മദ്ദുൽ ലീന്, ലീനക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വരണം. അപ്പോൾ ഇവിടെ വാവ് നീലക്ഷരമാണ്. എന്നാൽ ഫതഹയുടെ ഉടനെ ഫതഹയ്ക്ക് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് എന്താണ്? മദ്ദുൽ ലീന് വരിക. അപ്പോൾ അതിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വന്നാൽ, ലീനക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വന്നാലും ഉണ്ടാവുന്നതാണ് മദ്ദുൽ ലീന്. അപ്പോൾ ഇവിടെ മദ്ദുൽ ആരിൽ മനസ്സിലാക്കാം. അടുത്തത് മദ്ദുൽ മുത്തതരിഫ്. മദ്ദുൽ മുത്തതരിഫ് ഏതാണ്? വഅ്ബുദു. എന്താണ് മദ്ദുൽ മുത്തതരിഫ്? എന്താണ്? വഅ്ബുദു എന്നതാണ്. നമുക്ക് ടിക്ക് ചെയ്യാം. എന്താണ്? വഖഫിൻ്റെ കാരണം. വഖഫ് ചെയ്യുന്നത് അസ്ലിയായ മദ്ദിൽ. വഖഫ് വഅ്ബുദു അസ്ലിയായ മദ്. അലിഫ് വാവ് യാ ഇതാണ് അസ്ലിയായ മദ്. അപ്പോൾ അവിടെ വഖഫ് ചെയ്യുന്നത് അസ്ലിയായ മദ്ദിലാണ്. ഇതാണ് മദ്ദുൽ മുത്തതരിഫ്. അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരാനും പാടില്ല. അപ്പോൾ അത് വഅ്ബുദു എന്നത് മനസ്സിലാക്കാം. മദ്ദുൽ മുത്തതരിഫ്. അടുത്ത എന്താണ്? താഉ മർബൂത്ത. താഉ മർബൂത്ത ഏതാണ്? അപ്പോൾ ഇവിടെ താഉ മർബൂത്തക്ക് ഉദാഹരണമാണ് ചോദിച്ചത്. താഉ മർബൂത്ത അതായത് ഹാഉ തഅനീസ്. അപ്പോൾ ഇവിടെ ഹാഉ തഅനീസ് 2 ഓപ്ഷന് വന്നിട്ടുണ്ട്. അത് മാറിപ്പോയതായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാം. അവിടെ ആമിലത്തുൻ എന്നതും നാസിബത്തുൻ എന്നതും താഉ മർബൂത്തയാണ്. താഉ മജ്റൂറയാണ് ഇവിടെ ത്വയ്യിബാത്ത് എന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഉദാഹരണമൊക്കെ നമുക്ക് എഴുതാൻ വരും. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നതാണ്. അപ്പോൾ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് താഉ മർബൂത്തക്ക് ഉദാഹരണം എഴുതാൻ നമുക്ക് ഇതേപോലെ ഈ താ വരുന്നത് ഹാഉ തഅനീസ് ഇത് വരുന്ന ഉദാഹരണം എഴുതുക. താഉ മജ്റൂറ ഈ താ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അവിടെ അത് രണ്ടും ശരി ഉത്തരമാണ്. അടുത്ത എന്താണ്? സക്കത്ത. സക്കത്ത വന്നത് സക്കത്തയെ സൂചിപ്പിക്കാനാണ്. ഇങ്ങനൊരു സീന് വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൻ റാഖ് എന്നതാണ് ശരി ഉത്തരം. സക്കത്ത. ഖുറാനിലെ 4 സ്ഥലങ്ങളിലാണ് സക്കത്ത ഉള്ളത്. 4 സ്ഥലങ്ങളിലാണ് സക്കത്ത ചെയ്തത്. സൂറത്തുൽ കൗഫില്, സൂറത്ത് യാസീനില്, സൂറത്തുൽ ഖിയാമില്, സൂറത്തുൽ മുത്തഫിഫീനില്. അപ്പോൾ അതൊക്കെ സൂറത്തിൻ്റെ പേരും ഒക്കെ പഠിക്കുക. നിങ്ങളെ 10ാമത്തെ ചാപ്റ്ററിലാണ് പറയുന്നത്. ഒന്നായി മനസ്സിലാക്കി പഠിക്കുക. സക്കത്തയെ സൂചിപ്പിക്കാൻ സീനാണ് എന്ന അടയാളമാണ് ഉണ്ടാവുക. അടുത്ത മദ്ദുൽ ലാസിം ഹർഫി. ഇതിൽ ലാസിം ഹർഫി ഏതാണെന്നാണ് ഹർഫിൽ വന്നത്. ഇത് വലല്ലോലീൻ എന്നതൊരു കലിമത്താണ്. വസ്സാഫാത്തി എന്നതും കലിമത്താണ്. അലിഫ് ലാം മീം ഇതാണ് ഹർഫുകൾ. അപ്പോൾ ഹർഫിൽ വന്നതിന് ഉദാഹരണം അലിഫ് ലാം മീം. കലിമത്ത് വരുന്നത് കലമീ, ഹർഫിൽ വരുന്നത് ലാസിം ഹർഫി. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് 6 ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധം. ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമുള്ളത് ലാസിമാണ്. ലാസിമായ മദ്ദാണ് നീട്ടൽ നിർബന്ധം. ആരിൽ എന്താണ്? 3 അലിഫിൻ്റെ ഖദറായി നീട്ടലാണ് നല്ലത് എന്നാണ്. 6 ഹർക്കത്ത് അതായത് 3 അലിഫിൻ്റെ ഖദർ. 3 അലിഫിൻ്റെ
ഖദർ വരെ നീട്ടൽ നല്ലതാണ് എന്നാണ് ഏത് ആരിൽ പറയുന്നത്. മദ്ദുൽ ലീൻ എന്താ പറയുന്നത്? ഇവിടെ 3 അലിഫിൻ്റെ ഖദർ, അതായത് 6 ഹർക്കത്ത് നീട്ടാമെങ്കിലും ഒരു ഖദറായി ചുരുക്കലാണ് നല്ലത്. 3 അലിഫിൻ്റെ ഖദർ, അതായത് 6 ഹർക്കത്താണ്, മനസ്സിലാക്കുക. നീട്ടാമെങ്കിലും ഒരു അലിഫിൻ്റെ ഖദറായി 2 ഹർക്കത്ത് ചുരുക്കലാണ് നല്ലത്. അപ്പം അത് മനസ്സിലാക്കുക. ലീനും ആരിലൊക്കെ അങ്ങനെയാണ്. ലാസിം എന്താണ്? 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് ലാസിം, മനസ്സിലാക്കുക. ലാസിം കലമിയും ലാസിം ഹർഫിയൊക്കെ 6 ഹർക്കത്ത് 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. ഇനി ചേരുംപടി ചേർക്കാനാണ് വന്നത്. മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം നമ്മളിവിടെ കണ്ടെത്തണം. എന്താണ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? മദ്ദക്ഷരവും അംസയും ഒരേ കലിമത്തിൽ വന്നത്. ബിനാഅൻ, ബിനാഅൻ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഹംസ, നാ എന്ന അലിഫ്ലിയായ മദ്ദിന് ശേഷം ഹംസ വന്നിട്ടുണ്ട് ഇവിടെ, മനസ്സിലാക്കുക. അപ്പോൾ അവിടെ അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ മദ്ദുൽ മുൻ ഫസിൽ. മുൻ ഫസിൽ നമ്മൾ ഉദാഹരണം ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. മുൻ എന്നതും ഫസിൽ എന്നതും 2 പദാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് മുൻഫസിൽ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ്? ബിമാ ഉൻസില, മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വന്നു, അതാണ് മുൻഫസിൽ. അപ്പം അതിൻ്റെ ഈ നമുക്ക് അവിടെ എഴുതാം. അടുത്തതാ മദ്ദുൽ അസ്ലി. അസ്ലി എന്നാൽ മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് അസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വലയാലിൻ, അവിടെ യാ എന്നതിനെ നീട്ടാൻ ഒരു അലിഫുള്ള മദ് വന്നിട്ടുണ്ട്. അലിഫായ മദ്, യാ എന്ന ഫത്തഹിനെ നീട്ടാൻ അലിഫ്. അപ്പോൾ അതാണ് അവിടെ അസ്ലിയായ മദ് വന്നത്. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. അടുത്തതാ ലാസിം ഹർഫി, ഹർഫിൽ വന്നത്. ഹർഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതേപോലെ അലിഫ് ലാം മീം സ്വാദ്. അപ്പോൾ അതിൻ്റെ ഏതാ ഹർഫിൽ വന്നത്. കലിമത്തിൽ വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഹാക്ക, ഇതൊരു കലിമത്താണ്. ഹാക്ക, ഇവിടെ മദ്ദക്ഷരം അടുത്ത കലിമത്തിൽ എന്താണ്? ശ്രദ്ധയുള്ളൊരക്ഷരം വരുമ്പോൾ എങ്ങനെയാണ്? സുക്കൂനുള്ളൊരക്ഷരവും ഹർക്കത്തുള്ളൊരക്ഷരവും ചേർന്നാണ്. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു, അതുകൊണ്ടാണ് ഇവിടെ ലാസിം. മദ്ദക്ഷരത്തിൻ്റെ ഉടനെ ഹംസയോ സുക്കൂനോ ഉണ്ടാകുന്നതാണ് ലാസിം എന്നും പഠിച്ചിട്ടുണ്ട്. സ്ഥിരമായ ഹംസയോ സുക്കൂനോ വരുന്നതാണ്. മദ്ദക്ഷരത്തിൻ്റെ ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നതാണ് ലാസിം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക എന്ന് വരുന്നുണ്ട്, അതാണ് ശ്രദ്ധയുള്ള ഒരു അക്ഷരമായിട്ട് വന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ സി ആണ് ലാസിം കലമി, മനസ്സിലാക്കുക. അടുത്തെന്താ? പൂരിപ്പിക്കാനാണ്. ശുദ്ധ ഖുർആനിൽ അൽ ഹുറൂഫുൽ മുഖത്ത വന്നത് ഡാഷ് സൂറത്തുകളുടെ തുടക്കത്തിലാണ്. എത്ര സൂറത്തുകളുടെ തുടക്കത്തിലാണ്? 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഹുറൂഫുൽ മുഖത്ത വന്നത്. എത്ര അക്ഷരങ്ങളാണ് ഹുറൂഫുൽ മുഖത്താക്ക്? 14 അക്ഷരങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കണം, മാറിപ്പോവരുത്. 29 സൂറത്തുകളിൽ 14 ഹർഫുകൾ. ഹർഫ് എന്ന് പറയുന്നതാണ് അക്ഷരങ്ങൾ. അപ്പോൾ അതുപോലെ ഖുർആനിലെ ഹുറൂഫുൽ മുഖത്ത ഡാഷ് അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 14 ഡാഷ് ഹർഫുകളാണ് ഖുർആനിൽ. ഹുറൂഫുൽ മുഖത്തക്ക് ഡാഷ് ഹർഫുകളാണുള്ളത് എന്നാണ് 14. ഇവിടെ ഖുർആനിൽ ഹുറൂഫുൽ മുഖത്ത വന്ന ഡാഷ് സൂറത്തുകളുടെ തുടക്കത്തിലാണെന്ന് പറഞ്ഞാൽ 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ്. എന്താണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറഞ്ഞാൽ? എന്താണ്? നിങ്ങളുടെ 3ാമത്തെ പാഠത്തിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. പേര് വായിക്കപ്പെടുന്ന ഹർഫ്, അതായത് ഒരക്ഷരം, അതിനാണ് ഹർഫ് എന്ന് പറയുക. ആ അക്ഷരത്തിൻ്റെ പേര് തന്നെ, അതായത് അലിഫ് ലാം മീം. അപ്പം അത് അക്ഷരത്തിൻ്റെ പേര് കൊണ്ട് തന്നെയാണ് നമ്മളത് ആ സൂറത്ത് വായിക്കപ്പെടുന്നത്. അലിഫ് ലാം മീം അങ്ങനെ നമ്മൾ ഓതും അല്ലേ? അങ്ങനെ വരുന്നതാണ്. അപ്പം അത് 14 ഹർഫുകളാണുള്ളത്. അപ്പോൾ ആ 14 ഹർഫുകളും പഠിക്കുക. നൂന്, സോദ്, ഹ, കാഫ്, യാ, മീം, ലാം, ഹ, സീന്, റാ, കാഫ്, അലിഫ്, തോ, ഐന്. അപ്പോൾ അതൊക്കെ
അക്ഷരങ്ങൾ എഴുതാൻ വരും. ഹുറൂഫുൽ മുഖത്തയിൽ നിന്ന് 8 അക്ഷരം എഴുതുക, 5 അക്ഷരം എഴുതുക എന്ന് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? അൽ മദ്ദുൽ ആരിൽ ഡാഷിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. നേരത്തെ പറഞ്ഞു 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. മദ്ദുൽ ആരിൽ 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. അടുത്തെന്താണ്? മസ്ഫൂഫ. മസ്ഫൂഫ എന്നതിലുള്ള താ, ഇവിടെ അവസാനത്തിൽ വന്ന താ എന്താണ്? താ മർബൂത്ത. താ മർബൂത്ത. ഈ താ വന്നിട്ടുണ്ട്. അപ്പോൾ അത് താ മർബൂത്തയാണ്. ഇനീസാണ്. രണ്ടും എഴുതാം, മനസ്സിലാക്കുക. അടുത്തെന്താണ്? സവാഅൻ എന്നതിൽ ഡാഷുക്ക് ശേഷം അലിഫ് എഴുതാറില്ല. എന്തിനു ശേഷമാണ്? അംസക്ക് ശേഷം. അംസക്ക് മുമ്പ് അലിഫ് വന്നാൽ അംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. അവിടെ എന്നാലും നമ്മൾ അസ്ലിയായ മദ്ദിലാണ് അവിടെ വഖഫ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എത്രാമത്തെ പാഠത്തിലാണ്? നമ്മളെ 8ാമത്തെ പാഠം. അതിലാണ് വഖഫ് അലാ മുനവ്വൻ എന്ന പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ്? സവാ അൻ മാ അൻ പോലുള്ളതിൽ ഹംസക്ക് മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. അസ്ലിയായ മദ്ദിലാണ് ഇവിടെ വഖഫ് ചെയ്യേണ്ടത്. ഇവിടെ 2 ഹർക്കത്തിൻ്റെ കതിർ, അതായത് ഒരു അലിഫ് നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ വേറെ ചോദ്യമായിട്ട് വരാം. സവാ അൻ എന്നതിൽ വഖഫ് ചെയ്യേണ്ടത് എങ്ങനെ? അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. 2 ഹർക്കത്ത് നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. ഏത് രീതിയിലാണ് ചോദ്യം വരാതെ മനസ്സിലാക്കുക. അടുത്തതാ, ഖുർആനിൽ ഡാഷ് സ്ഥലങ്ങളിൽ സക്കത്തയുണ്ട്. 4 സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. 4 സ്ഥലങ്ങളിലാണ് സക്കത്തയുള്ളത്. അത് സൂറത്തുകളൊക്കെ പഠിക്കട്ടോ. അടുത്തതാ, നൂൻ എഴുത്തിൽ ഒരക്ഷരമാണെങ്കിലും ഡാഷിൽ 3 അക്ഷരമുണ്ട്. എന്താണ്? 3 അക്ഷരമുണ്ട്. എഴുത്തിൽ ഒരക്ഷരമാണെങ്കിലും ഉച്ചാരണത്തിൽ 3 അക്ഷരമുണ്ട്. അപ്പോൾ ഇവിടെ ഉച്ചാരണത്തിൽ എന്ന് എഴുതാം. വായന എന്നൊക്കെ നമ്മൾ പറയുന്ന ഇതാണ്. അപ്പോൾ ഉച്ചാരണത്തിൽ 3 അക്ഷരമുണ്ട്. എഴുത്തിൽ ഒരക്ഷരമാണെങ്കിലും ഉച്ചാരണത്തിൽ 3 അക്ഷരമുണ്ട്. മനസ്സിലാക്കുക. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഐൻ സീൻ കാഫ് എന്നതിൽ എത്ര ഹർക്കത്ത് നീട്ടണം? ഐൻ സീൻ കാഫ് എന്നത് ലാസിമായ മദ്ദാണ്. അപ്പോൾ ഇവിടെ 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. ഇവിടെ എത്ര ഹർക്കത്ത് എന്നാണ്. അപ്പോൾ ഇവിടെ 3 അലിഫ് എന്ന് പറഞ്ഞാൽ 6 ഹർക്കത്ത്. 6 ഹർക്കത്ത്. അപ്പോൾ എത്ര അലിഫിൻ്റെ കതിറാണ് നീട്ടേണ്ടതെന്ന് വെച്ചാൽ 3 അലിഫിൻ്റെ കതിർ. എത്ര ഹർക്കത്താണ് നീട്ടേണ്ടതെന്ന് വെച്ചാൽ 6 ഹർക്കത്ത്. അപ്പോൾ മനസ്സിലാക്കണം. അടുത്ത എന്താണ്? ഹുറൂഫുൽ മുഖത്ത എത്ര? ഹുറൂഫുൽ മുഖത്തയുടെ അക്ഷരം. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം, ഹർഫ് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 14 ആണ്. 14. അടുത്തതാ, തജിരിയാനി എന്നതിലുള്ള മദ്ദിൻ്റെ പേര്. ഇവിടെ തജിരിയാൻ, യാൻ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വരുന്നു. അപ്പോൾ അവിടെ വന്ന മദ് ഏതാണ്? തജിരിയാൻ എന്നതിൽ വന്ന മദ് മദ്ദുൽ ആരിൽ. മനസ്സിലാക്കുക. വഖഫിൻ്റെ കാരണത്താൽ പുതുതായിട്ട് സുക്കൂൻ ഉണ്ടാകുന്നു. അതാണ് ആരിൽ. തജിരിയാൻ എന്നാണ് മദ്ദുൽ ആരിൽ എന്ന് എഴുതാം. അടുത്തത്, താ ഉ മർബൂത്തക്ക് പറയുന്ന മറ്റൊരു പേര്. താ ഉ മർബൂത്തക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഹാ ഉ തഅനീസ്. അടുത്ത ചോദ്യം എന്താണ്? സക്കത്തയെ സൂചിപ്പിക്കാൻ നൽകുന്ന അക്ഷരമേത്? സീൻ എഴുതാം. സക്കത്തയെ സൂചിപ്പിക്കാൻ നൽകുന്ന അക്ഷരമാണ് സീന്. മദ്ദുല്ലീൻ ഡാഷ് ചുരുക്കലാണ് നല്ലത്. എത്ര കതിറായിട്ട് ചുരുക്കലാണ് നല്ലത്? നേരത്തെ പറഞ്ഞിരുന്നോ. എന്താണ്? 1 അലിഫിൻ്റെ കതിറായിട്ട്. 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. അപ്പോൾ അവിടെ 1 അലിഫിൻ്റെ കതിർ എന്ന് എഴുതി കൊടുക്കാം. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ് സക്കത്ത? ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ് സക്കത്ത. ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ് സക്കത്ത.
ഏതാ? അടുത്ത മദ്ദുല്ലീൻ എന്നാൽ എന്ത്? മദ്ദുല്ലീൻ എന്നാൽ എന്താണ്? ലീനക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണം സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുല്ലീന്. ലീനക്ഷരം ഫതഹയുടെ ഉടനെ വരുന്ന വാവും യാവും, സുക്കൂനുള്ള വാവും യാവും ആണ് ലീനക്ഷരം. അപ്പോൾ ലീനക്ഷരങ്ങൾക്ക് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വരുന്നതാണ് മദ്ദുല്ലീന്. ഖുറൈഷ്, വസൈഫ്, ബൈത്ത്, ഖൗഫ്, അതൊക്കെ മദ്ദുല്ലീന് ഉദാഹരണമാണ്, മനസ്സിലാക്കുക. അടുത്തത് ഏതാണ് ആരിലായ സുക്കൂന്? ഏതാണ് ആരിലായ സുക്കൂന്? ആരിലായ സുക്കൂന് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ ഉണ്ടാകുന്ന സുക്കൂനാണ്. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ ഉണ്ടാകുന്ന സുക്കൂനാണ് ആരിലായ സുക്കൂന്. മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ നാലാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇത് മദ്ദുൽ ആരിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം സുക്കൂനുകൾക്കാണ് ആരിലായ സുക്കൂൻ എന്ന് പറഞ്ഞു. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് ഉണ്ടാകുന്നതാണ് ആരിലായ സുക്കൂന്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? എന്താണ് മദ്ദുൽ ലാസിം? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. അടുത്തതാ, ഏതാണ് ലീനക്ഷരങ്ങൾ? ഏതാണ് ലീനക്ഷരങ്ങൾ? നമ്മൾ നേരത്തെ കുറേ പ്രാവശ്യമായി പറയുന്നു അല്ലേ? ഏതാണ് ലീനക്ഷരങ്ങൾ? ഫതഹയുടെ ഉടനെയുള്ള സുക്കൂനുള്ള യാവും വാവുമാണ്. ഫതഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരങ്ങൾ. പാഠത്തിൽ പറയുന്നത് ഫതഹയുടെ തൊട്ടു പിറകെ വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഫതഹ തൻവീനുള്ള താ മർബൂത്തൈ എങ്ങനെ വഖഫ് ചെയ്യണം? ഫതഹ തൻവീൻ, അതായത് താ മർബൂത്ത നമ്മൾ നേരത്തെ പറഞ്ഞ്, താ മർബൂത്തയും മജ്റൂറയും പറഞ്ഞ്. അപ്പോൾ അവിടെ ഹാ തഅനീസിൽ, അതായത് താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഫതഹ തൻവീനുള്ള താ മർബൂത്തയിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? ഫതഹ തൻവീനുള്ള താ മർബൂത്തയിലും സുക്കൂനുള്ള ഹാ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ വഖഫ് അലാ മുനവ്വനിൽ ഫതഹ തൻവീൻ വരുന്ന വഖഫ് ചെയ്യുമ്പോൾ അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫതഹ തൻവീനുള്ള താ മർബൂത്തയിലാണെങ്കിൽ, ഉദാഹരണം ലാഇയത്തൻ എന്നൊക്കെ വന്ന് നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ തൻ എന്നത് ലാഇയ എന്ന് ഹാ തഅനീസിൽ സുക്കൂനുള്ള ഹാ ആയിട്ട് വഖഫ് ചെയ്യണം. അപ്പോൾ അതവിടെ മനസ്സിലാക്കുക. നിങ്ങൾ 9ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടത്. അടുത്ത എന്താണ്? സ്ഥിരമായ സുക്കൂന് ഏതാണ്? ഏതാണ് ഈ സ്ഥിരമായ സുക്കൂന്? ആരിലായ സുക്കൂന്, സ്ഥിരമായ സുക്കൂന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. എന്താണ് സ്ഥിരമായ സുക്കൂന്? 1ാമത്തെ ചാപ്റ്ററിൽ ലാസിം ഹറഫി എന്ന പാഠത്തിൽ പറയുന്നുണ്ട് സ്ഥിരമായ സുക്കൂനെ കുറിച്ചിട്ട്. എന്താണ്? മദ്ദക്ഷരത്തിൻ്റെ ഉടനെ സുക്കൂന് വന്നതാണ് എന്ത്? ലാസിം എന്ന് പറഞ്ഞു അവിടെ. ഇപ്രകാരം ചേർത്തി ഓതുമ്പോഴും, അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂൻ. ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ്
സ്ഥിരമായ സുക്കൂന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ലാസിം ഹർഫി മദ്ദക്ഷരത്തിൻ്റെ ഉടനെ ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. അങ്ങനെയും എഴുതാം, മനസ്സിലാക്കുക. മദ്ദക്ഷരത്തിൻ്റെ ഉടനെ ഉണ്ടാകുന്ന സുക്കൂന് വന്നതാണ് ലാസിം എന്നാണ്. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാക്കുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. മനസ്സിലാക്കി പഠിക്കുക. ഇനി 5 വരെ കുറയാതെ ഉപന്യസിക്കാൻ വന്നത് എന്താണ്? മദ്ദു മുത്തത്തരിഫിനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ചിട്ടാണ് 5 വരെ കുറയാതെ എഴുതേണ്ടത്. നമ്മുടെ അസ്ലിയായ മദ്ദിൽ ഉള്ള മദ്ദാണ് മുത്തത്തരിഫ് എന്ന് പറയുന്നത്. അപ്പം അതിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? മദ്ദുൽ മുത്തത്തരിഫ് വരുന്നിടത്തൊക്കെ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരരുത്. അപ്പോൾ അത് പാഠത്തിൻ്റെ പേര് തന്നെ മദ്ദുൽ മുത്തത്തരിഫ് എന്നാണ്. ആ പാഠത്തിൽ വരുന്നൊരു പാരഗ്രാഫാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അത്രയേ ഉള്ളൂ ആ പാഠത്തിൽ പഠിക്കാൻ. അപ്പോൾ അവിടെ ഉദാഹരണം വരുന്നുണ്ട്. സിൽസാലഹ, ലബ്ഹ. അപ്പോൾ അതൊക്കെ വഖഫ് ചെയ്യുമ്പോൾ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം പുറത്തു വരരുത്. അപ്പോൾ അതവിടെ ഇങ്ങനെ 5 വരിയിലല്ലാതെ ചോദ്യമായിട്ട് വരാം. എന്താ ചോദ്യം? അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. 5 വരി കുറയാതെ പാഠത്തെ ആസ്പദമാക്കിയിട്ട് ആ ഒരു പാരഗ്രാഫ് ഉള്ളൂ, അത് മനസ്സിലാക്കി പഠിച്ചെഴുതുക. അടുത്ത വഖഫ് അലാ മുനവ്വനും, അതുപോലെ തന്നെയാണ്. ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് വന്നത്, വഖഫ് അലാ മുനവ്വൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അതേപോലെ താഉ മജ്റൂറ വൽ മർബൂത്ത എന്ന് 2 താവുകളെ കുറിച്ചിട്ട് എഴുതാൻ വരും. അപ്പോൾ നമുക്കിതുപോലെ എഴുതാൻ കഴിയണം. വഖഫ് അലാ മുനവ്വൻ എന്നതിൽ എന്താ പറയുന്നത്? അസ്ലിയായ മദ്ദ് കൊടുത്താണ് നാം ഇവിടെയും വഖഫ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫതഹ തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായ മദ്ദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ ഫതഹ തൻവീനുള്ള താഉ മർബൂത്തയിൽ സുക്കൂനുള്ള ഹ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ സവാഅം മാഅം പോലുള്ള ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. ഇവിടെയും 2 ഹർക്കത്തിൻ്റെ ഖദർ, അതായത് 1 അലിഫ് നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. അത്രയും ആ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുക. സക്കത്തയെ കുറിച്ച് എഴുതാൻ വന്നാൽ സക്കത്ത ഖുറാനിൽ 4 സ്ഥലങ്ങളിലാണുള്ളത്. ആ ആയത്തുകൾ എഴുതുക, സൂറത്തിൻ്റെ പേര് എഴുതുക, എത്രാമത്തെ ആയത്താണെന്നൊക്കെ എഴുതിയിട്ട് എന്താണ് സക്കത്ത എന്നൊക്കെ മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ പാഠം മനസ്സിലാക്കി പഠിക്കുക. മദ്ദുൽ ലാസിം എഴുതാൻ വന്നാൽ ലാസിം ഹർഫിയും ലാസിം കലമിയും ചേർത്ത് എഴുതുക. ഇതുപോലെ 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ ലാസിമായ മദ്ദ് വരുന്നത് മനസ്സിലാക്കുക. ലീനക്ഷരത്തിന് ഉടനെ വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വരുന്നു. ഫതഹയുടെ പിറകെ വരുന്ന സുക്കൂനുള്ള വാവും യാവും ലീനക്ഷരം. മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ഉടനെ അതേ കലിമത്ത് സ്ഥിരമായ സുക്കൂന് വന്നാൽ മദ്ദുൽ ലാസിം എന്ന് പറയുന്നു. അതായത് 3 അലിഫിൻ്റെ ഖദർ, 6 ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമാണ്. ലാസിം നീട്ടൽ നിർബന്ധമാണ്. ഹുറൂഫുൽ മുഖത്തഅ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഹർഫുകൾ എഴുതുക. അതൊക്കെ 5 വരി കുറയാതെ എഴുതാൻ വരുന്നതാണ്. ഹർഫുകളിൽ വന്നതിന് ഉദാഹരണം എഴുതുക, കലിമത്തിൽ വരുന്നതിന് ഉദാഹരണം എഴുതുക. അതൊക്കെ ചേർത്ത് പഠിക്കുക. ആരിൽ എന്താണ് ആരിലായത്, അതിൻ്റെ ഉദാഹരണം ഒക്കെ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. താഉ മർബൂത്തയിൽ ചേർത്ത് ഓതുകയാണെങ്കിൽ താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഓതണം. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് തജ്വീദിൻ്റെ ഈ ചോദ്യപേപ്പറിൽ വന്നത്. നമുക്ക് മറ്റൊരു ചോദ്യപേപ്പർ കൂടിയുണ്ട്, അത് ചെയ്യണം.
ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.